നമുക്ക് ഇന്ന് ക്രോസൻസ് ഉണ്ടാക്കാനാണ്. ആദ്യം കുറച്ച് വെള്ളത്തിലേക്ക് ഈസ്റ്റ് ഇട്ട് കുറച്ച് നേരം വെക്കുക. അതിനുശേഷം കുറച്ച് പഞ്ചസാരയും പാലും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈസ്റ്റ് പൊങ്ങും. അപ്പോഴേക്കും നമുക്കിതിൻ്റെ ഡോ തയ്യാറാക്കണം. അപ്പോൾ ഒരു പാനിലേക്കോ അല്ലെങ്കിൽ ബൗളിലേക്കോ നമ്മൾ കുറച്ച് ഒരു 4 ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. 4 ഗ്ലാസ് മൈദയിലേക്ക് നമുക്ക് വേണ്ട ഈ മിക്സ് നമ്മൾ ഒഴിക്കണം. മൈദയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റ് ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് നല്ല ചപ്പാത്തി പരുവല്ല, അതിൽ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക. നല്ലതായിട്ട് കുഴയ്ക്കുമ്പോൾ ഈ ഡോ നല്ലതായിട്ട് സോഫ്റ്റ് ആവും. ഇപ്പോൾ ഈസ്റ്റ് ഒഴിക്കുമ്പോൾ ഇത് പൊങ്ങും. അപ്പോൾ ഇത് നന്നായിട്ട് നല്ലപോലെ കുഴച്ച് നല്ലപോലെ കുഴയ്ക്കാൻ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ കുഴച്ച് വെച്ചാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ഡോ കിട്ടും. അപ്പോൾ നന്നായിട്ട് കുഴയ്ക്കുക. ഇതിൽ നമുക്ക് മേളിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ച് കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാനും കുറച്ചും കൂടെ ടേസ്റ്റ് ആക്കാനും കൂടിയാണ് നമ്മളിതിലേക്ക് നെയ്യ് ആഡ് ചെയ്യുന്നത്. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വേറൊരു പാനിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഒഴിച്ച് നല്ലപോലെ തുടച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോ ഇതിനകത്ത് വെക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഈ ഡോ പൊങ്ങുന്ന സമയത്ത് പല സൈഡിലായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പം നമ്മൾ ഡോ എടുത്തിനകത്ത് വെച്ചിട്ട് ഒരു നനഞ്ഞ ടവലോ അല്ലെങ്കിൽ ഒരു തോർത്തോ അങ്ങനെ വെച്ചിട്ട് മേളിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. വെള്ളം ജസ്റ്റ് സ്പ്രെഡ് ചെയ്താൽ മതി. പിന്നെ ഈ മാവ് നമ്മൾ ബോളാക്കി ഒരു 4-5 നമുക്കിത് ലെയറായിട്ട് വേണം. അപ്പോൾ കുഞ്ഞു ബോളായിട്ടോ കുറച്ച് വലിയ ബോളായിട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതെടുക്കാം. നമ്മൾ കുഞ്ഞു ബോളാക്കിയത് നല്ലപോലെ ഒന്ന് പരത്തി ഒരു ചെറിയ രീതിയിൽ സ്ക്വയറായിട്ടോ റൗണ്ടായിട്ടോ നിങ്ങൾക്ക് പരത്തിയിട്ട് അതിൻ്റെ മേളിൽ വീണ്ടും പരത്തി ഒരു എത്ര ലെയർ നിങ്ങൾക്ക് മാവ് പറ്റുമോ അത്രയും വെച്ചാൽ അത്രയും ലെയർ നമുക്ക് ഓവനിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് പൊങ്ങി കിട്ടും. ഒരു 4-5 ലെയർ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ കുറേ വീഡിയോസ് റെഫർ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഇതായി വന്നപ്പോൾ ഓക്കെ. ഞാനിപ്പോൾ കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഡോവ് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ പരത്തിയത് വീണ്ടും നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ പൊങ്ങിയിട്ട് ഇത് വെളിയിലേക്ക് എടുത്ത് ആ തണുപ്പൊക്കെ ഒന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളൊരു നല്ല പ്ലേസിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അവിടെ കുറച്ച് മൈദ ഇട്ടിട്ട് നമ്മളിതൊന്ന് പരത്തണം. കുറച്ചും കൂടെ ഒന്നും കൂടെ തിന്നാക്കി എടുക്കണം. ഓവർ പരത്തരുത്. ഞാൻ ഇവിടെ സ്പീഡ് കാണിച്ചേക്കുന്നതേ ഉള്ളൂ. നമ്മൾ സ്ക്വയറായിട്ടോ റൗണ്ടായിട്ടോ നമുക്കിത് പരത്തിയെടുക്കാം. ഞാൻ സ്ക്വയറായിട്ടാണ് ഞാൻ കുറച്ച് തിന്നാക്കിയിട്ടാണ് കുറച്ച് നല്ലപോലെ പരത്തരുത്. പരത്തിക്കഴിഞ്ഞ് ഇതെല്ലാം ഒട്ടിപ്പോവും. നമ്മൾ നെയ്ത് വെച്ചിട്ടാണല്ലോ ഓരോ ലെയർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തണുപ്പിച്ചുകൊണ്ട് അങ്ങനെ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. അതിനുശേഷം റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ഇത് കുറച്ച് ഒന്ന് ഇതായി തുടങ്ങും. അപ്പോഴേക്കും നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് നിങ്ങൾക്ക് റൗണ്ടായിട്ടും സ്ക്വയറായിട്ടും എടുക്കാം. എന്നിട്ട് ഇത് റെസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ഒന്നും കൂടെ റോളാക്കിയിട്ട് നമ്മൾ ബട്ടർ വെച്ചിരിക്കുന്ന ഈ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റോ 15 മിനിറ്റോ ഒരു തുണി വെച്ചതിന് ശേഷം ആ തുണി മാറ്റിയിട്ട് നമുക്കൊരു ബട്ടറോ അല്ലെങ്കിൽ മുട്ടയോ യൂസ് ചെയ്യാം. ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രീ ഹീറ്റഡ് ചെയ്തിരിക്കുന്ന ഓവനിലേക്ക് ഇത് വെച്ചൊന്ന് 180 ഡിഗ്രിയിൽ 20-25 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോസോൺസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും